പത്തനംതിട്ടയിൽ ഇസാഫ് ബാങ്കിന്റെ പീഡനത്തെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ ബാങ്ക് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇടപെടൽ മൂലം കടക്കണിയിലാകുന്ന നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സംഭവമുണ്ട്. അതിലാണിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സിജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇസാഫ് ബാങ്കിനെതിരെ ഇസാഫ് ബാങ്ക് മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത ലീല എന്ന വീട്ടമ്മയാണ് ആത്മഹത്യ ചെയ്തത്. 70,000 രൂപയായിരുന്നു ഇവർ വായ്പ എടുത്തത്. ഒരാഴ്ചത്തെ അടവ് മുടങ്ങിയപ്പോഴാണ് ഇസാഫ് മൈക്രോ ഫിനാൻസിന്റെ ആളുകൾ വീട്ടിലെത്തി കുടുംബത്തെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കൂട്ട ആത്മഹത്യക്കാണ് ശ്രമിച്ചത്. പിതാവും മകനും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഗൃഹനാഥ ലീലയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ മാർച്ചും പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ കാര്യത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാമൂർ ചേരുന്നു. ഡിവൈഎഫ്ഐ ഇത് തുടർ സമരമായി കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊടുമണ്ണിലെ ഒരു കുടുംബം കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചത്. ഒരാൾ മരണപ്പെട്ട സംഭവം. ആ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ ഡിവൈഎഫ്ഐ ഉജ്ജ്വലമായ സമരം പത്തനംതിട്ട ജില്ലയിലാകെ സംഘടിപ്പിക്കും. ഈ കുടുംബത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഇസാഫ് ബാങ്കിന് പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തുകയാണ്. ഇപ്പോൾ ജില്ലയിലാകെ തന്നെ ഇന്ന് ഇസാഫ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നതാണ് ഇപ്പോൾ മരിച്ച കുടുംബത്തിൻ്റെ വായ്പ എഴുതി തള്ളുക, ആ മരിച്ച കുടുംബത്തിൽ അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കുക. രണ്ടാളുകൾ ഇപ്പോൾ ചികിത്സയിലാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അവർക്ക് അവരുടെ ചികിത്സാ ചെലവ് ഈ ബാങ്കിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രതിഷേധം. മൈക്രോ ഫിനാൻസ് സ്റ്റാഫ് ഗുണ്ടകളെ പോലാണോ പെരുമാറിയത്? അവർ പ്രത്യേക വിങ്ങായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന് ഈ കൊട്ടേഷൻ മാഫിയകളെ കൊണ്ടുവന്ന് അവർ പ്രത്യേക റൂം എടുത്തു കൊടുത്ത് താമസിപ്പിച്ച് വായ്പാ കുടിശ്ശികക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക. പണം അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ വീട്ടിലിട്ട് പൂട്ടുക. ഈ സമീപത്തോട് കാട്ടിത്തന്നെ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി വീട്ടിലിട്ട് പൂട്ടുന്നു, അപമാനിച്ചു. അപമാനഭാരം കൊണ്ടാണ് ഇങ്ങനൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് ഈ കുടുംബത്തിലെ 3 ആളുകൾ ശ്രമിച്ചത്. ഈ മകന്റെ ആത്മഹത്യക്കുറിപ്പ് അല്ലെങ്കിൽ ഡയറി കുറിപ്പ് പുറത്തുണ്ട്, അതിൻ്റെ എന്താണ് പറയുന്നത്? അതിനകത്ത് ഈ ഇസാഫ് ബാങ്കിൻ്റെ ജീവനക്കാരുടെ പീഡനം മൂലമാണ് മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ആ കുറിപ്പിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. സിജു, അത് തന്നെയാണ്. നീതി കിട്ടുന്നവരെ സമരം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. സിജു, ശരി. സുജു ആണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി. ഇസാഫ് ബാങ്കിന്റെ പീഡനത്തെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ രംഗത്ത്.